ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാറോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് മെയ് മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫിൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. അപ്പോൾ അവിടെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിച്ചാൽ തന്നെ അവിടെയും മെസ്സേജ് ചെയ്യാം പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. ചാനലിൻ്റെ മെമ്പറായാൽ നിങ്ങൾക്ക് ഉടനെ എല്ലാം വീഡിയോസ് കാണാൻ പറ്റും, വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ മെമ്പർ ആവുക, എൻ്റെ ലിങ്ക് ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. മെയ് മാസത്തിൽ നിങ്ങളുടെ ലൈഫിൽ എന്താ ഉണ്ടാവാൻ പോണെന്ന് നമ്മൾക്ക് ഇപ്പോൾ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ മെയ് മാസത്തിൻ്റെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഹൈ പ്രീസ്റ്റസ് നിങ്ങളുടെ പാസ്റ്റ് എനർജിയാണ്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് കറണ്ട് മെയ് എനർജിയാണ്. കിങ് ഓഫ് വാൻഡ്സ് ഫ്യൂച്ചർ എനർജിയിലെ ലവേഴ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം പേജ് ഓഫ് സോഡ്സ്. അഡ്വൈസ് നിങ്ങൾക്ക് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. സർപ്രൈസ് ഫാക്ടറിൽ നൈറ്റ് ഓഫ് വാൻഡ്സ്. ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറേ ആൾക്കാരെ കാണുന്നുണ്ട് നിങ്ങളുടെ എനർജിയിൽ. അപ്പോൾ മെയ് മാസത്തിൽ നിങ്ങൾ ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അതല്ല വെച്ചാൽ ഒരു അക്വേറിയസ്, ലീബ്ര, ജെമിനൈയുടെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഹൈ പ്രീസ്റ്റസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് സീക്രറ്റ്സിൻ്റെ എനർജിയാണ്, ഇൻറ്റ്യൂഷൻ്റെ എനർജിയാണ്, പൈസീസ് എനർജിയാണ്. ഹൈ പ്രീസ്റ്റസ് എന്താണ് ഇവിടെ? ക്വീൻ ഓഫ് വാൻഡ്സ്. അപ്പോൾ ക്വീൻ ഓഫ് വാൻഡ്സ് നിങ്ങളുടെ എനർജിയാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസിൻ്റെ എനർജിയാണ്. ഇവിടെ എന്തോ ഒരു സീക്രട്ട് പുറത്ത് വരാൻ പോകുന്നുണ്ട് ഈ മാസം. എന്നുവെച്ചാൽ നിങ്ങളുടെ എനർജിയിൽ ഒരു ഇംബാലൻസ് ഞാൻ കാണുന്നുണ്ട്. ഒരു പേഴ്സൻ്റെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷേ മറ്റേ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ആ എഫേർട്ട് ഇല്ല. അതല്ല വെച്ചാൽ നിങ്ങൾ കുറേ ജോലി എടുക്കണു, കുറേ എഫേർട്ട് ഇടണു, പക്ഷേ അതുമാതിരി റിവാർഡ്സ് ഇല്ല. അപ്പോൾ എന്തോ ഒരു സീക്രട്ട് എന്തോ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത എന്തോ ഒരു കാര്യം റിവീൽ ആവാൻ പോകുന്നുണ്ട്, പുറത്ത് വരാൻ പോകുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ. അപ്പോൾ പാസ്റ്റിൽ ഞാനൊരു ടോറസ് എനർജീനെയാണ് കാണുന്നത്. ഈ പേഴ്സൺ ആരാണ്? ടു ഓഫ് വാൻഡ്സ്. അപ്പോൾ പാസ്റ്റിൽ എന്തോ ഒരു ഡിസിഷൻ എടുക്കാണ്ടായിരുന്നു, നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാക്കാണ്ടായിരുന്നു. ടു ഓഫ് വാൻഡ്സ് പ്ലാനിങ്ങിൻ്റെ എനർജിയാണ്. നൈൻ ഓഫ് വാൻഡ്സ്. അപ്പോൾ എവിടെയോ നിങ്ങൾക്കൊരു പേടി ഉണ്ടായത്, നിങ്ങൾക്ക് പാസ്റ്റിൽ ഈ ഡിസിഷൻ എടുക്കാൻ പേടിയുണ്ടായിരുന്നു. എന്നുവെച്ചാൽ മുമ്പോട്ട് പോയാൽ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, നിങ്ങൾക്ക് അറിയില്ലല്ലോ ഫ്യൂച്ചർ എന്താ ഉണ്ടാവുകയെന്ന്. അപ്പോൾ എന്തോ ഒരു ഡിസിഷൻ ഉണ്ട് ഇവിടെ. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു ആ ഡിസിഷൻ എടുക്കാൻ. ഇത് കരിയർ റിലേറ്റഡ് ഡിസിഷൻ ആവാം, ലവ് റിലേറ്റഡ് ഡിസിഷൻ ആവാം. എന്തായാലും ഇവിടെ എന്തോ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇതിൻ്റെ മുമ്പേയും ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഹെസിറ്റേറ്റ് ചെയ്യണത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല ഇവിടെ എന്താ ഫ്യൂച്ചർ ഉണ്ടാവുക എന്ന്. അപ്പോൾ ഏതോ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ മടിക്കുന്നു. അപ്പോൾ ഇവിടെ ടോറസ് എനർജി ഉണ്ട്. അപ്പോൾ കറണ്ട് എനർജിയിൽ കിങ് ഓഫ് വാൻഡ്സ് ആണ്. ഫൈനലി നിങ്ങളൊരു ഡിസിഷനാണ് എടുക്കുന്നത് ഇവിടെ മെയ് മാസത്തിൽ. അപ്പോൾ ഈ
ചോയ്സ് നിങ്ങൾ ഈ മാസമാണ് ഉണ്ടാക്കാൻ പോണത്. കിങ് ഓഫ് വോൺസ് പാഷൻ്റെ എനർജിയാണ്, ക്രിയേറ്റിവിറ്റിയുടെ എനർജിയാണ്. ത്രീ ഓഫ് വോൺസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം ഒരു വെയിറ്റിംഗ് എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ എന്തോ എക്സ്പെക്റ്റ് ചെയ്യണു. നിങ്ങൾ ഈ റൊമാൻറ്റിക് സിറ്റുവേഷൻ ആയിരിക്കാം, അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ജോലിയുടെ കാര്യത്തിലായിരിക്കാം, ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി ആവാം, ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നിങ്ങൾ എന്തോ ഒരു ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചു, അതല്ല വെച്ചാൽ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ ശരിയായ സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തോ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനിൽ നിങ്ങൾ ഈ മാസം ഒരു തീരുമാനം എടുക്കണം. ഇപ്പോൾ ലവേഴ്സാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ, ജെമിനി എനർജി. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. പക്ഷേ ആദ്യം ലവേഴ്സ് ഒരു ചോയ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് നിങ്ങളൊരു ചോയ്സാണ് എടുക്കുന്നത്. ഫ്യൂച്ചറിൽ എന്താണ് ഈ ലവേഴ്സ് എനർജി? 4 ഓഫ് സോർഡ്സ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ലവിൽ 2 ഓപ്ഷൻസ് ഉണ്ടാവും. 2 ആൾക്കാരെ നിങ്ങൾ മീറ്റ് ചെയ്തു, 2 ആൾക്കാരെ. അവരുടെ ഇടയ്ക്ക് നിങ്ങൾ ഒരു പേഴ്സൻ്റെ കൂടെ മുമ്പോട്ട് പോകണു, മറ്റേ പേഴ്സണെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണു. അങ്ങനെ ഒരു ചോയ്സ് ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾ ഒരു പേഴ്സൻ്റെ അടുത്തിന് സെപ്പറേറ്റഡ് ആയിരുന്നു വെച്ചാൽ ഇവിടെ ഒരു റീകൺസിലിയേഷൻ ആണ്. ആ ചോയ്സ് നിങ്ങൾ എടുത്തു. എന്നുവെച്ചാൽ പാസ്റ്റിലും നിങ്ങൾ കുറേ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു, മുമ്പത്തെ റിലേഷൻഷിപ്സിലും നിങ്ങളുടെ അത് വർക്കൗട്ട് ചെയ്തില്ല, ആ പേടി ഉണ്ടായിരുന്നു എപ്പോഴും. അത് ഈ പുതിയ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യോ അറിയില്ല. പക്ഷേ ഫൈനലി നിങ്ങളൊരു ഡിസിഷൻ എടുക്കണു, തീരുമാനം എടുക്കണു, ആൻഡ് മുമ്പോട്ട് പോകണു. ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഞാൻ കാണുന്നുണ്ട്, ഒരു പുതിയ ബിഗിനിങ് റിലേഷൻഷിപ്പിൽ കാണാണ്ട്. പേജ് ഓഫ് സോർഡ്സ് ആണ് നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം. ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ്. ടവർ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്തോ നിങ്ങളോട് എന്തോ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാൻ നോക്കണു. എന്തോ ഒരു ഇൻറ്റ്യൂട്ടീവ് മെസ്സേജ് ഉണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ട്, ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക്. അത് കൺഫേം ആവുന്നുണ്ട് ഈ മാസം. ഓക്കെ, എന്തോ ഒരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട് ഈ മാസം. അതല്ല വെച്ചാൽ എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ പുറത്തു വരുമ്പോൾ, ഇപ്പോൾ ഈ ന്യൂസ് നിങ്ങളെക്കുറിച്ചും ആയിരിക്കാം, നിങ്ങളുടെ എന്തോ ഒരു സീക്രട്ട് പുറത്തു വരാനുള്ള എനർജി ആയിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും സീക്രട്ടായി ചെയ്യാൻ നോക്കണ്ട വെച്ചാൽ അത് ചിലപ്പോൾ പുറത്തു വരാൻ ചാൻസ് ഉണ്ട്. അത് പുറത്തു വരുമ്പോൾ വലിയ ചേഞ്ചസ്, വലിയ മാറ്റം, കുറേ എക്സ്പ്ലോസീവ് എനർജിയാണ് ഞാൻ കാണുന്നത്. ചിലവർ ഷോക്ക്ഡ് ആവും നിങ്ങളുടെ ഈ കാര്യം കേട്ടിട്ട്. അതല്ലച്ചാൽ വേറെ ആരുടെയോ ഇൻഫർമേഷൻ പുറത്തു വരുമ്പോൾ നിങ്ങൾ ഷോക്ക്ഡ് ആവണു. ഇവിടെ എന്തോ ഒരു എൻഡിങ്ങിൻ്റെ എനർജി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ വെച്ചാൽ നിങ്ങൾ ആ തീരുമാനം എടുക്കണ ഷോക്കായിരിക്കാം ചിലവർക്ക്. മേ ബി ചിലവർ അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കും എന്ന്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. യൂണിവേഴ്സ് നിങ്ങളോട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് നോക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെന്ന് വെച്ചാൽ ആ ഡിസിഷനിലേക്കാണ് നിങ്ങളോട് മുമ്പോട്ട് പോകാൻ പറയണത്. ആ ഡിറക്ഷനിലേക്കാണ് പോകാൻ പറയണത്. ഇവിടെ 2 ഓഫ് സോർഡ്സ് ആദ്യം ഉണ്ട്. അപ്പോൾ ഈ മാസം മൊത്തം കുറേ ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ് നിങ്ങളുടെ. ഈ ഡിസിഷൻ എന്താ വെച്ചാൽ കുറേ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ ഇവിടെ കുറേ അങ്ങനത്തെ എനർജീസ് തന്നെയാണ് ഞാൻ കാണുന്നത്. കുറേ കൺഫ്യൂഷൻ, ഡിസിഷൻ, അറിയില്ല എന്താ ചെയ്യണ്ടേ, എന്താ ഡിസിഷൻ എടുക്കണ്ടേന്ന്. അപ്പോൾ ആ സിറ്റുവേഷനിലാണ് നിങ്ങൾ. ഇവിടെ അഡ്വൈസ് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ കുറേ സ്ട്രക്ചേർഡ് പ്രാക്ടിക്കൽ ഡിസിഷൻ എടുക്കുക. ആൻഡ് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി എന്താ തരാൻ പോകണേ, നിങ്ങൾക്ക് എന്താ ഫ്യൂച്ചറിൽ ഒരു സ്റ്റേബിൾ എനർജീസായിട്ട് നിങ്ങളെന്താ കാണുന്നത് വെച്ചാൽ ആ ഡിറക്ഷനാണ് നിങ്ങൾക്ക് ശരിയായ ഡിറക്ഷൻ ഉണ്ടാവുക. നൈറ്റ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ നൈറ്റ് ഓഫ് വോൺസ് ഇൻകൺസിസ്റ്റൻസിയുടെ എനർജിയാണ്. നിങ്ങൾ ഷുവർ അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. നൈറ്റ് ഓഫ് വോൺസിൻ്റെ എനർജി ഒരു സ്റ്റേബിൾ എനർജി അല്ല. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സും ഇമോഷൻസും ആക്ഷൻസിലേക്ക് സ്റ്റെബിലിറ്റി ഇല്ല ഈ മാസം. ക്വീൻ ഓഫ് സോർഡ്സ് ആണ് നിങ്ങളുടെ മറ്റേ ഒരു എനർജി 6 ഓഫ് സോർഡ്സിൻ്റെ കൂടെ. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ക്ലാരിറ്റി കൊണ്ടുവരാനാണ് പറയണത്. ഓക്കെ, എന്ന് വെച്ചാൽ ക്ലാരിറ്റി ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ അത് വെരി ഫേമായിട്ട് അതിനെ
ഫോളോ ചെയ്യുക. എന്നുവെച്ചാൽ ചില സമയത്ത് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഡിസിഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. ഒരു അൺസ്റ്റേബിൾ എനർജി അതാണ് കാണുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതന്നെ കണ്ടിന്യൂ ചെയ്യുക, അതിൽ തന്നെ ഒരു ഫേമായിട്ട് ഒരു ഡിസിഷൻ വെക്കുക. 6 ഓഫ് സോഡ്സ് സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനാണ്. അപ്പോൾ 6 ഓഫ് സോഡ്സിലേക്കാണ് നിങ്ങൾ പോകണത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പോകണത് സ്റ്റേബിൾ എനർജീസിലേക്കാണ്. 6 ഓഫ് വാൻസ് ആണ് ഔട്ട്കം. അപ്പോൾ 6 ഓഫ് വാൻസ് ഫെയിം, ഫോർച്യൂണിൻ്റെ എനർജിയാണ്, സക്സസിൻ്റെ എനർജിയാണ്, റെക്കഗ്നിഷൻ്റെ എനർജിയാണ്. 4 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, 5 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, 10 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്. ഏതോ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആ സിറ്റുവേഷൻ ഇപ്പോൾ ഒരു ലോസ്റ്റ് കോസ് ആവണം, ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇവിടെ ഹാർട്ട് ബ്രേക്ക്, ഡിസപ്പോയിൻമെൻ്റ് ആണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ചിലവർക്ക് നിങ്ങളുടെ ലൈഫിൽ 2 ആൾക്കാരുണ്ട്, അതിൽ ഒരു പേഴ്സണെയാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത്. മറ്റേ പേഴ്സൺ, നിങ്ങൾ ചൂസ് ചെയ്യാത്ത പേഴ്സൺ ഓബ്വിയസ്ലി ഹാർട്ട് ബ്രോക്കൺ ആവും, അവിടെ ഒരു ബിട്രയലിൻ്റെ എനർജിയും കാണാണ്ട്. പക്ഷേ ഏത് എനർജിയിലേക്കാണ് നിങ്ങൾക്ക് പറഞ്ഞ ഒരു സ്റ്റേബിൾ എനർജി കാണുന്നത് വെച്ചാൽ അവിടെയാണ് നിങ്ങൾക്ക് പോകേണ്ടത്. ആ എനർജിയാണ് ഇവിടെ, ആ മെസ്സേജാണ് ഇവിടെ എനിക്ക് കിട്ടുന്നത്. ഓക്കെ, 5 ഓഫ് കപ്സ് ഒരു ഗിൽട്ടിൻ്റെ എനർജിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ ഒരു ഗിൽട്ടും ഉണ്ടാവും, അത് ഒരു പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യേണ്ടി വരുന്നുണ്ട്, ഒരു പേഴ്സണെ നോന്ന് പറയാൻ ആ ഒരു ഗിൽട്ട്, ആ ഒരു വിഷമമുണ്ട് മനസ്സിൽ. ഏതൊരു ഓപ്ഷനെ നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ലെറ്റ് ഗോ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ കുറേ ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കണത്. പക്ഷേ ഞാൻ ഇവിടെ ഔട്ട്കം ആയിട്ട് കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി കുറേ ഫെയിം, റെക്കഗ്നിഷൻ, സക്സസ് വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ. ഹീലിംഗ് എനർജീസും ഉണ്ട്, നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റും ഉണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് എന്തോ സാക്രിഫൈസും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. 2 സൈഡിൽ നിന്നും നിങ്ങൾ ജയിക്കില്ല. ഓക്കെ, ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താലേ മറ്റേ ഓപ്ഷനെ ലെറ്റ് ഗോ ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് സാജിറ്റേറിയസ്. കുറേ ഞാൻ പറഞ്ഞ മാതിരി കുറേ ആൾക്കാരെ കാണുന്നുണ്ട് ഇവിടെ. ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്, കുറേ സൂട്ട് കാർഡ്സ് ഉണ്ട്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻസ്, ക്വീൻ ഓഫ് വാൻസ്, ക്വീൻ ഓഫ് സോഡ്സ്. അപ്പോൾ കുറേ ആൾക്കാരെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ മാസം. കുറേ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട് ഈ മാസം. അപ്പോൾ എന്താണ് ഇവിടെ? അപ്പോൾ പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലീബ്ര, ജെമിനായി, ഇതാണ് മേജർ സൈൻസ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് പറയുന്നത് നോട്ട് ദ റൈറ്റ് ടൈം. ഓക്കെ, അപ്പോൾ ഏതോ ഒരു സിറ്റുവേഷനിൽ ഇത് ശരിയായ സമയമല്ല, നോട്ട് ദ റൈറ്റ് ടൈം എന്ന് അതുകൊണ്ടാണ് കാണുന്നത് ഇവിടെ. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ കുറേ കൺഫ്യൂസ്ഡ് ആണ് വെച്ചാൽ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഗൈഡ് ചെയ്യും. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക, അത് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. അപ്പോൾ ഇതാണ് സാജിറ്റേറിയസ് നിങ്ങളുടെ റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.